അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് പേജ് നമ്പർ 130 ഫോർമാറ്റിംഗ് എക്സൽ വർക്ക്ഷീറ്റിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഫോണ്ട് ഗ്രൂപ്പും അലൈൻമെൻറ്റ് ഗ്രൂപ്പും അതുപോലെ തന്നെ ഇത് നമ്പർ ഗ്രൂപ്പിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അപ്പം ഈ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ 140 തൊട്ടുള്ള പോർഷൻസ് ആണ് ഈ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യൂസിങ് ഫോർമുലാസ് ഇൻ എക്സൽ. അപ്പോൾ എക്സലിനകത്ത് എങ്ങനെയാണ് ഫോർമുല യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ മാത്ത് ഓപ്പറേഷൻ ആൻഡ് ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് ആണ് നമ്മൾ ആദ്യമേ നോക്കുന്നത്. അപ്പം മാത്ത് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പം ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് അറിവുള്ള ഓപ്പറേറ്റേഴ്സ് തന്നെയാണ്. ദ 6 മാത്തമെറ്റിക്കൽ ഓപ്പറേറ്റ്സ് യു നീഡ് ടു നോ എൻ്റർ ബേസിക് ഫോർമുലാസ് ഇൻ എക്സൽ ആർ. അപ്പം നമ്മൾ ബേസിക്കലി 6 മാത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് എക്സലിനകത്ത് ഫോർമുല എൻട്രി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ അഡീഷൻ, രണ്ടാമത്തെ സബ്സ്ട്രാക്ഷൻ, മൂന്നാമത്തെ മൾട്ടിപ്ലിക്കേഷൻ, 4 ഡിവിഷൻ, 5 പെർസെൻറ്റേജ്, 6 എക്സ്പൊണൻറ്റേഷൻ. അപ്പം എങ്ങനെയാണ് നമ്മൾ ഫോർമുലാസ് ഈ എക്സലിനകത്ത് അപ്ലൈ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെൻ എ ഫോർമുല യൂസസ് മോർ ദാൻ വൺ ഓപ്പറേറ്റർ ദ ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് ഇൻ എക്സൽ ഈസ് ആസ് ഫോളോസ്. അപ്പം നമ്മൾ ഒന്നിൽ കൂടുതൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്ററുകൾ നമ്മൾ എക്സലിനകത്ത് യൂസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഓർഡർ വരുന്നത്, നമ്മൾ കൊടുക്കുന്ന ഓപ്പറാൻസിൻ്റെ അല്ലെങ്കിൽ ഓപ്പറേറ്ററിൻ്റെ ഓർഡർ എങ്ങനെയാണെന്നാണ് ഇതിനകത്ത് ഇനി പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വണ് പാരന്തസിസ്. ഓപ്പറേഷൻസ് കണ്ടെയ്ൻഡ് ഇൻ പാരന്തസിസ് ആർ എക്സിക്യൂട്ടഡ് ഫസ്റ്റ്. അപ്പം നമ്മൾ പാരന്തസിസിനകത്ത് അല്ലെങ്കിൽ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്ന ഓപ്പറേഷൻ ആയിരിക്കും ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് എക്സ്പൊണൻസ് ആണ്. എക്സ്പൊണൻസ് ആർ എക്സിക്യൂട്ട് സെക്കൻഡ്. പിന്നെ രണ്ടാമത്തെ ഓർഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രിഫറൻസ് എന്ന് പറയുന്നത് എക്സ്പൊണൻസിനാണ്. ഫസ്റ്റ് വൺ നമ്മൾ പാരന്തസിസിനകത്ത് കൊടുത്തേക്കുന്ന ഓപ്പറേറ്റർ, അതുപോലെ തന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് എക്സ്പൊണൻസിനാണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ വിച്ച് എക്സൽ ട്രീറ്റ്സ് ഈക്വലി ആർ എക്സിക്യൂട്ടഡ് തേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പം മൂന്നാമത് എക്സലിനകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ഓപ്പറേഷൻ ആയിരിക്കും. ഫോർത്ത് എന്ന് പറയുന്നത് അഡീഷൻ ഓർ സബ്സ്ട്രാക്ഷൻ. അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ വിച്ച് എക്സൽ ട്രീറ്റ്സ് ഈക്വലി ആർ എക്സിക്യൂട്ടഡ് ലാസ്റ്റ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ അഡീഷനും സബ്സ്ട്രാക്ഷനും ആണ് ഏറ്റവും ലാസ്റ്റത്തെ പ്രിഫറൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്കലി എക്സലിനകത്ത് യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് അഡീഷണൽ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പെർസെൻറ്റേജ്, എക്സ്പൊണൻറ്റേഷൻ അല്ലെങ്കിൽ എക്സ്പൊണൻ്റ് സൈൻ ആണ്. അപ്പം നമ്മുടെ ഓപ്പറേറ്ററിൻ്റെ പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രിസിഡൻസ് അനുസരിച്ചായിരിക്കും നമ്മൾ എക്സലിനകത്ത് കൊടുക്കുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ പാരന്തസിസിനകത്ത് കൊടുത്തേക്കുന്ന അതാണ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എവിടെയെങ്കിലും എക്സ്പൊണൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. മൂന്നാമത് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ കൊടുത്തേക്കുന്ന ഓപ്പറാൻസിനായിരിക്കും പ്രയോറിറ്റി കൂടുതൽ. പിന്നെ നാലാമത്തേന്ന് പറയുന്ന അഡീഷൻ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എക്സലിനകത്ത് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രിഫറൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ഫോർമുല നമ്മുടെ എക്സൽ ഷീറ്റിലേക്ക് എൻ്റർ ചെയ്യുക എന്നാണ് ഇനി പറഞ്ഞേക്കുന്നത്. ടു സിംപ്ലസ്റ്റ് വേ ടു എൻ്റർ ഫോർമുല ഇൻ എക്സൽ ഈസ് ടു സെലക്ട് ദ സെൽ ഇൻ വിച്ച് യു വിഷ് ടു എൻ്റർ ഫോർമുല. അപ്പം നമ്മൾ ഏത് സെല്ലിലാണോ ഫോർമുല എൻ്റർ ചെയ്യേണ്ടത് അവിടെ നമ്മൾ ആ സെല്ല് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പം ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ 2-3 വാല്യൂ കൊടുക്കുക അല്ലേ. അപ്പം നമുക്ക് സം കാണേണ്ട ഒരു ഫോർമുല ആണെങ്കിൽ ഇവിടെയാണ് നമുക്ക് സം കാണേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. പ്രസ് ഈക്വൽ ടു ഓൺ യുവർ കീബോർഡ്. നെക്സ്റ്റ് നമ്മൾ ഈക്വൽ ടു സിമ്പിൾ, കീബോർഡിലെ ഈക്വൽ ടു സിമ്പിൾ ക്ലിക്ക് ചെയ്യുന്നു. സെലക്ട് ദ സെൽ വിച്ച് കണ്ടെയ്ൻസ് ഡാറ്റ യു വിഷ് യൂസ് ഇൻ യുവർ ഫോർമുല. അപ്പം നമ്മൾ ഏത് സെല്ലിൽ ഡാറ്റയാണോ ഈ ഫോർമുലയ്ക്കകത്ത് യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. ഇപ്പം ഞാൻ A1 എന്ന് പറയുന്ന സെല്ലിലെ ഫോർമുലയാണ് ടൈപ്പ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ അത് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഓപ്പറേറ്റർ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ പ്ലസ് ആണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ
ഷിഫ്റ്റ് പിടിച്ച് പ്ലസ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സെലക്ട് ദ സെക്കൻഡ് സെൽ വിച്ച് കണ്ടെയ്ൻസ് ഡേറ്റ യു വിഷ് യൂസ് യുവർ ഫോർമുല. അപ്പം നെക്സ്റ്റ് എനിക്ക് 13 എന്ന് പറയുന്ന സെല്ലാണ് വേണ്ടത്. If necessary, type additional operators and select additional cells. If some operations should be performed before others, enclose those operators in parentheses. അപ്പം നമുക്ക് ഇനി അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അപ്പം ഞാൻ 2 സെല്ലിൻ്റെ സമ്മ് കാണാനാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഇത്ര ഫോർമുല കൊടുത്താൽ മതി. ഇനി ഞാൻ എൻ്റർ കൊടുക്കുവാണ്. അപ്പം ഞാൻ സെലക്ട് ചെയ്ത സെല്ലിനകത്ത് എന്താ കറസ്പോണ്ടിങ് ആയിട്ട് 2 സെല്ലിൻ്റെ സം എനിക്ക് കിട്ടി. അപ്പോൾ ഫോർമുല എൻ്റർ ചെയ്യണമെങ്കിൽ ആദ്യമേ നിങ്ങൾ ഓർക്കുക, ആദ്യമേ ഒരു ഈക്വൽ ടു സൈൻ വേണം. പിന്നെ ഫസ്റ്റ് സെല്ല് ഏത് ഓപ്പറേറ്ററാണോ യൂസ് ചെയ്യുന്നത്, നെക്സ്റ്റ് അടുത്ത സെല്ല് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മളൊരു ഫോർമുല നമ്മൾ എക്സലിനകത്ത് എൻ്റർ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഓട്ടോസം എന്താണെന്നാണ് ഇനി പറഞ്ഞേക്കുന്നത്. സം ഫോർമുലാസ് ക്യാൻ ബി എൻറ്റേർഡ് സിംപ്ലി ബൈ ക്ലിക്കിംഗ് എ ബട്ടൺ ഇൻ എക്സൽ. എക്സൽ വിൽ ഈവൻ ഗസ് വിച്ച് ഡേറ്റ ദ ഫോർമുല അപ്ലൈസ് ടു, മീനിങ് ദാറ്റ് യുവർ സ്പ്രെഡ്ഷീറ്റ് ഈസ് പ്രോപ്പർലി ലെയ്ഡ് ഔട്ട്. യു ഡോണ്ട് ഹാവ് ടു സെലക്ട് ദി സെൽസ്. ഓട്ടോസം ടു ക്വിക്കലി സം എ റോ ഓർ കോളം ഓഫ് ഡേറ്റ. നമുക്കൊരു ഡേറ്റാസിൻ്റെ റോ അല്ലെങ്കിൽ കോളംസ് ഓഫ് ഡേറ്റയുടെ സമ്മ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓട്ടോസം യൂസ് ചെയ്യുന്നത്. സെലക്ട് ദ സെൽ ടു ദ റൈറ്റ് ഓർ ദ ബോട്ടം ഓഫ് ദി സെൽ ഓഫ് നമ്പേഴ്സ് ഓൺ ദി ഹോം ടാബ് എൻറ്ററിംഗ് ഗ്രൂപ്പ്. ക്ലിക്ക് ദ ഓട്ടോസം കമാൻഡ്. നോട്ട് എക്സൽ ഗസസ് the data you wish to sum and gives you the option to edit formula you wish. അപ്പോൾ നമുക്ക് ഇവിടെ ഓട്ടോ സം കാണണം അല്ലേ, ഇതിൻ്റെ എല്ലാം കൂടെ സം കാണണം. അപ്പം ഞാൻ ഏതാ ഹോം ടാബിലെ എഡിറ്റിംഗ് ഗ്രൂപ്പിലെ ഓട്ടോ സം എന്ന് പറയുമ്പോൾ അത് ആ ഫോർമുല ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എക്സൽ ഗെസ് ചെയ്യുകയാണ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള എന്താ സെല്ലുകളുടെ സമ്മാണ് എനിക്ക് കാണേണ്ടതെന്ന്. അതാണ് കാണേണ്ടതെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുക കേട്ടോ. ഇനി കൗണ്ട് നമ്പേഴ്സ്, നമ്മളിപ്പോൾ സമ്മ് കണ്ടതുപോലെ തന്നെയാണ് നമ്പേഴ്സിനെ കൗണ്ട് ചെയ്യുന്നതും. ടു ക്വിക്കലി കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് ഇൻ എ റോ ഓർ കോളം ദാറ്റ്സ് ഹൗ ഡേറ്റ. സെലക്ട് ദ സെൽ ടു ദി റൈറ്റ് ഓർ ദ ബോട്ടം ഓഫ് set of numbers on the home tab editing group. Click the drop down arrow to the right of AutoSum command. അപ്പോൾ നമുക്കിനി അടുത്ത കൗണ്ട് നമ്പേഴ്സ് കൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഉണ്ടെന്നല്ലേ കൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹോം ടാബിലെ തന്നെ എഡിറ്റിംഗ് ഗ്രൂപ്പിലെ ഓട്ടോസമ്മിനകത്ത് നിന്ന് നമ്മൾ ഏതാ കൗണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്ന ഈ കമാൻഡ് എടുക്കുന്നു. അപ്പം A1 തൊട്ട് A5 വരെയുള്ള കൗണ്ടാണോ എനിക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നു. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ കൗണ്ട് ഇത് ഒരു പ്രാവശ്യം ഓരോ നമ്പരും വന്നിട്ടുണ്ടല്ലേ. അപ്പം നമ്മുടെ സെല്ലിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് 5 5 സെല്ലുണ്ട്, അതുകൊണ്ട് കൗണ്ട് എന്ന് പറയുന്നത് 5 ആണ്. ഇനി നമ്മൾ ഒരു ഫോർമുല വേറൊരു സെല്ലിലേക്ക് കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നെക്സ്റ്റ് പേജ് നമ്പർ 143 പറഞ്ഞേക്കുന്നത്. ഫോർമുലാസ് ക്യാൻ ബി കോപ്പീഡ് ഫ്രം വൺ സെൽ ടു അതർ സെൽസ് ഇൻ എക്സൽ. ടു കോപ്പി ഫോർമുലാസ് ഇൻ എക്സൽ, സെലക്ട് ദ സെൽ വിച്ച് കണ്ടെയ്ൻസ് ദ ഫോർമുല യു വിഷ് ടു കോപ്പി. On the home tab in the clipboard group, click the copy command. Select the cell into which you wish to copy the formula. On the home tab in the clipboard group, click the paste command. Another way to copy formula by using autofill or dragging fill handle in cell containing the formula to other or to cell or cells in which you wish to copy formula. Autofill, which was introduced earlier in this course, is especially useful for copying formulas. അപ്പം നമ്മൾ എങ്ങനെയാണ് സെയിം ഫോർമുല തന്നെ അടുത്ത സെല്ലിനും കൂടെ അപ്ലൈ ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ 2-3 വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഈ കോളത്തിൻ്റെ സമ്മ് ഇവിടെ കാണണം. അപ്പം ഞാൻ ആദ്യമേ എന്താ ഓട്ടോസം അല്ലേ, ഹോമിനകത്തെ ഓട്ടോസം കമാൻഡ് അപ്ലൈ ചെയ്തു.
അല്ലെങ്കിൽ നമുക്ക് ഫോർമുല എൻ്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈക്വൽ ടു A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ് A5 പ്ലസ് A6. ഇങ്ങനെ A6 പ്ലസ് വേണ്ട കേട്ടോ. അപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഇത്രയും 6 സെല്ലിൻ്റെ റിസൾട്ട് ഇവിടെ കിട്ടി. ഈ സെയിം ഫോർമുല തന്നെയാണ് എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒന്നെങ്കിൽ ഈ ഫോർമുല കോപ്പി ചെയ്യുവാണ്. കോപ്പി ചെയ്ത് എനിക്കിവിടെ വേണമെങ്കിൽ പേസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് സെല്ലിൻ്റെ സംഭവം കേട്ടോ. ഒന്നുകൂടെ നമുക്ക് ചെയ്യാം. A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ് A5 പ്ലസ് A6. ഞാൻ എൻ്റർ അടിക്കുന്നു. അവിടെ സെല്ലിൻ്റെ ടോട്ടൽ വന്നു. എനിക്ക് ഈ ഫോർമുല തന്നെ ഇവിടെ വേണം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫിൽ ഹാൻഡിൽ യൂസ് ചെയ്ത് ഇങ്ങോട്ടും കൂടെ വരുവാണ്. അപ്പോൾ കറസ്പോണ്ടിങ് ഈ സെല്ലുകളുടെ സമ്മ് ഇവിടെ തന്നെ വന്നു. ഒന്നെങ്കിൽ നമുക്ക് ഓട്ടോ ഫിൽ ഹാൻഡിൽ ടൂൾ യൂസ് ചെയ്തോ അല്ലെങ്കിൽ കോപ്പി ഓർ പേസ്റ്റ് കമാൻഡ് യൂസ് ചെയ്തോ നമുക്ക് ഫോർമുല അല്ലെങ്കിൽ ഫംഗ്ഷന് കോപ്പി ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ടല്ലേ. 144-ാമത്തെ പേജിനകത്ത് ഇപ്പോൾ ഒരു ഫോർമുല ഒരു സെല്ലിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡ്രാഗ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് ഇവിടെ തന്നേക്കുന്നത്. ക്ലിക്ക് ദ ഫിൽ ഹാൻഡിൽ വിച്ച് ലൊക്കേറ്റഡ് ഓൺ ദ ബോട്ടം റൈറ്റ് സെൽ ഓഫ് ദി സെലക്ടഡ് സെൽസ്. ഡ്രാഗ് ദ ഫിൽ ഹാൻഡിൽ ഫോർ as many rows and columns as desired. Release the mouse to enter formula into the desired cells. അപ്പം നമ്മൾ ഓട്ടോഫില്ല് യൂസ് ചെയ്ത് എങ്ങനെയാണെന്ന് പഠിച്ചു അല്ലേ. ശരിക്കും ഓട്ടോഫില്ലല്ല, ഫിൽ ഹാൻഡിൽ യൂസ് ചെയ്ത് ചുമ്മാ ഡ്രാഗ് ചെയ്താൽ മതി. ഇനി നമ്മൾ എങ്ങനെയാണ് വർക്കിംഗ് വിത്ത് റോസ് ആൻഡ് കോളംസ് എന്നാണ് ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. പേജ് നമ്പർ 145-നകത്താണ് വർക്കിംഗ് വിത്ത് റോസ് ആൻഡ് കോളംസ് എന്ന് പറയുന്ന ടോപ്പിക്ക് കൊടുത്തേക്കുന്നത്. ഇൻസേർട്ടിങ് റോസ് ആൻഡ് കോളംസ്, എങ്ങനെയാണ് നമ്മുടെ ഈ സെല്ലിനകത്ത് റോസ് അല്ലെങ്കിൽ കോളംസ് ഇൻസേർട്ട് ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ടു ഇൻസേർട്ട് എ റോ ഓർ കോളം ഇൻ ടു മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ്, സെലക്ട് ദ സെൽ ഇൻ യുവർ വർക്ക്ഷീറ്റ് വേർ യു വുഡ് ലൈക്ക് എ ന്യൂ റോ ഓർ column to be inserted. To insert multiple rows or columns, simply select multiple cells. New rows are inserted above selected cells. New columns are inserted to the left of the selected cell. On the Home tab, Cells group, Insert command, select Insert sheet rows or Insert sheet columns. അപ്പോൾ നമ്മൾ ഒരു സെല്ലാണ് എനിക്ക് എൻ്റെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ഹോം ടാബിനകത്തെ സെൽസ് ഗ്രൂപ്പിനകത്തെ ഇൻസേർട്ട് കമാൻഡ്, ഇൻസേർട്ട് ഷീറ്റ് റോസ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്ത് വേണമെങ്കിൽ എനിക്ക് ഇൻസേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് 2 റോയാണ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് അത്ര സെല്ല് സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് റോസ് സെലക്ട് ചെയ്താൽ അത്ര റോ സെലക്ട് ആവും. അതുപോലെ തന്നെ എനിക്ക് കോളമാണ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ കോളം സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻസേർട്ടിനകത്തെ ഇൻസേർട്ട് ഷീറ്റ് കോളംസ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നു. എനിക്ക് 2 കോളമാണ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻസേർട്ട് ഷീറ്റ് കോളംസ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ യൂസ് ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് റോസ് ഡിലീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോളംസ് ഡിലീറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ടു ഡിലീറ്റ് എ റോ ഓർ കോളം ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ്, സെലക്ട് എ സെൽ ഇൻ യുവർ വർക്ക്ഷീറ്റ് in the row or column you wish to delete. To delete multiple rows or columns, simply select multiple cells. On the Home tab, Cells group, Delete command, select delete sheet rows or delete sheet columns. നമ്മളിപ്പോൾ ഇൻസേർട്ട് ചെയ്തതുപോലെ തന്നെ സെലക്ട് ചെയ്യുക.
നമുക്ക് ഏത് കോളമാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ഡിലീറ്റ് ഷീറ്റ് കോളം സപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഏത് റോയാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ഷീറ്റ് റോസ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഏത് രണ്ടെണ്ണമാണെങ്കിൽ രണ്ടെണ്ണം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ഷീറ്റ് റോസ് സെലക്ട് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ റോസിനെ അല്ലെങ്കിൽ കോളംസിനെ ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ റോസ് അല്ലെങ്കിൽ കോളംസിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്താ? ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്താ? ഈ റോയ് കോളം ബേസും അതുപോലെ തന്നെ കോളം റോ ബേസും പ്രിന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു എക്സൽ ഷീറ്റിലെ ട്രാൻസ്പോസ് എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് ഈ സെല്ല് ഡിലീറ്റ് ചെയ്ത് കളയാം അല്ലേ? ഡിലീറ്റ് സെൽസ് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ സെല്ലുകളുടെ ട്രാൻസ്പോസ് കാണണം. അതെങ്ങനെയാണെന്ന് നോക്കാം. You may at times determine that data you have already entered in a worksheet would be presented more logically by transposing rows and columns. To transport rows and columns, select the cell with the headings and the data that you want to flip. On the home tab in the clipboard group, select copy. Place your cursor in blank cell in the worksheet. You will become top left in the transpose group. Right click the selected paste special arrow and then click paste special. In the paste special dialog box, check transpose checkbox and click OK. The data now appears with the rows and columns swapped. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുക ഒന്നുമില്ല. ഇനി നമ്മൾ ഇതിനകത്തെ കോപ്പി ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്പോസ് കാണേണ്ടത് ഈ സെല്ലിലാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. പേസ്റ്റിനകത്തെ പേസ്റ്റ് സ്പെഷ്യൽ എടുക്കുക. പേസ്റ്റ് സ്പെഷ്യലിനകത്ത് ഇവിടെ ട്രാൻസ്പോസ് ഓപ്ഷൻ ഉണ്ട്, അത് ടിക്ക് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പം കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കോളം ബേസ് ആയിട്ടുള്ളത് റോ ആയിട്ടും അതുപോലെ തന്നെ റോ കിടന്നത് കോളം ബേസ് ആയിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്ത് വന്നു. അതാണ് നമ്മുടെ ഒരു മൂന്ന് സെല്ലുകളുടെ ട്രാൻസ്പോസ് കാണുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് 147 പേജ്. എങ്ങനെയാണ് റോയോ കോളം ഹൈറ്റ് അല്ലെങ്കിൽ വിഡ്ത്ത് മാറ്റുന്നതെന്നാണ് ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത്. ടു ചേഞ്ച് ദ റോ ഓർ കോളം width of rows and columns in Microsoft Excel worksheet, select the cell in your worksheet in the row or column of which you wish to change the height of width. To change the height or width of multiple rows or columns, simply select multiple cells. On the home tab, cells group format command, select row height and column width. The row height dialog box or the column width dialog box, enter the new size of row or column. Rows are measured in points with each point equally approximately 1/72 of an each. Columns are measured in characters so that value is entered equal the number of characters that fit this cell. അപ്പോൾ ഒന്നുമില്ല, നമുക്ക് നമ്മുടെ കോളത്തിൻ്റെ അല്ലെങ്കിൽ റോയുടെ വിഡ്ത്ത് മാറ്റണമെങ്കിൽ ഹൈറ്റും വിഡ്ത്തൊക്കെ മാറ്റണമെങ്കിൽ എങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഫോർമാറ്റിനകത്തെ റോ ഹൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. 15 എന്നുള്ളത് വേണമെങ്കിൽ 16 ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇച്ചിരി കൂടിയല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഫോർമാറ്റ് ടാബിനകത്തെ കോളം വിഡ്ത്ത് എന്നുള്ളത് സെലക്ട് ചെയ്ത് 8.43 എന്നുള്ളത് 53 ആക്കി കൊടുക്കാം. അപ്പം കോളത്തിൻ്റെ വിഡ്ത്തും കുറച്ചുകൂടെ കൂടുന്നതാണ്. കണ്ടോ, കോളം ഇച്ചിരി കൂടെ വികസിച്ചല്ലേ. ഇങ്ങനെയാണ് നമ്മൾ കോളം അല്ലെങ്കിൽ റോയൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഓട്ടോ ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. ഓട്ടോ ഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്ന ഡേറ്റ അനുസരിച്ച് നമ്മുടെ കോളത്തിനെ അറേഞ്ച് ചെയ്യുന്നതാണ് ഓട്ടോ ഫിറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. When you auto fit the row height or column width, Excel set the height or width based on the contents in the row or column. To auto fit the height or column width, select a cell in your worksheet in the row or column of which you wish to change the height or width. To change the height or width of multiple rows or columns,
Simply select multiple cells on the home cells group. Click Format command. സെലക്ട് ഓട്ടോ ഫിറ്റ് റോ ഹൈറ്റ് ഓർ ഓട്ടോ ഫിറ്റ് കോളം വിഡ്ത്ത്. ഒന്നുമില്ല, ഇതിനകത്തെ തന്നെ നമ്മൾ ആദ്യമേ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓട്ടോ ഫിറ്റ് കോളം വിഡ്ത്ത് അല്ലെങ്കിൽ ഓട്ടോ ഫിറ്റ് റോ വിഡ്ത്ത് എന്നുള്ളത്, റോ ഹൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നെക്സ്റ്റ് നമ്മളോട് പേജ് നമ്പർ 148 പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ് റോസ് അല്ലെങ്കിൽ കോളംസ് ഹൈഡ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ സെയിം ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർമാറ്റ് ടാബിനകത്ത് ഹൈഡ് ആൻഡ് അൺഹൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്ത് ഹൈഡ് റോസ്. അപ്പോൾ 4th റോ എന്ന് പറയുന്നത് 25, 23 മാത്രമല്ല അല്ലേ. അപ്പോൾ നമ്മൾ ഹൈഡ് റോസ് കൊടുത്തു കഴിഞ്ഞാൽ ആ റോ ഹൈഡായി. ഇനി അൺഹൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ, ഫോർമാറ്റ് ടാബിലെ തന്നെ അൺഹൈഡ് റോസ് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെയാണ് കോളംസും അൺഹൈഡും ഹൈഡും ചെയ്യുന്നത്. നമ്മൾ ഫോർമാറ്റ് ടാബ് എടുക്കുന്നു, ഹൈഡ് ആൻഡ് അൺഹൈഡ് കൊടുക്കുന്നു, ഹൈഡ് കോളംസ് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഫോർമാറ്റ് ടാബിനകത്തെ അൺഹൈഡ് കോളംസ് കൊടുക്കുന്നു. അപ്പം അത് തന്നെയാണ് ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത് പേജ് നമ്പർ എത്ര തൊട്ടാ, 140 തൊട്ട് 148 വരെയുള്ള പോർഷൻസ് ആണ്. ഫോർമുലാസ് അപ്ലൈ ചെയ്യുന്നതും അതുപോലെ തന്നെ റോസ് ഫോർമുലാസ് ഒക്കെ, റോസ് കോളംസ് ഒക്കെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഹൈറ്റും വിഡ്ത്തും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ് ഈ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.